മാർക്കോയുടെ ഇൻ്റർവെല്ലിന് തൊട്ട് ശേഷം വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതായത് മാർക്കോ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി വരികയാണ്. ഒരു സിംഗിൾ ഷോട്ട് രീതിയിൽ കൺസീവ് ചെയ്തൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഫൈറ്റ് സീക്വൻസിലേക്ക് വരുന്നു, എതിരെ വരുന്ന എതിരാളികളെല്ലാം ഫൈറ്റ് ചെയ്താണ് മാർക്ക് കയറി പോകുന്നത്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന രീതിയിൽ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ആക്ച്വലി അത് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പ് ഒരു ബാറിനകത്ത് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വേറൊരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരു സ്ഥലത്താണ് പോയത്. അങ്ങനെ പിന്നെ ഡയറക്ടർക്ക് ആ ലൊക്കേഷൻ ഓക്കെയാണ്, ഇവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കലൈ മാസ്റ്ററും പിന്നെ ഡയറക്ടറും ഞങ്ങളും കൂടിയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ അവിടെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ബിൽഡിംഗ്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസിലാണ് ആ ഫൈറ്റ് പ്ലാൻ ചെയ്തത്. അതിൻ്റെ കോറിഡോർ വേറൊരു പോർഷനായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആർട്ടിൻ്റെ വേറൊരു ഈ കൺസ്ട്രക്ഷനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സപ്പോർട്ടുകളും ഈ പ്രോപ്പർട്ടീസ് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നിട്ട് ഞങ്ങളുടെ ടീം നിന്നിട്ട് ഓരോ പോർഷനിലും കൊടുക്കുക എന്നല്ലാണ്ട് വളരെ കൂടുതലായിട്ടുള്ള പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഈ അതിൽ കുറേ കുറേ ഫൈറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന കുറേ ഇതുകളുണ്ട്. ഈ ചെടിച്ചട്ടി എടുത്തിട്ട് അടിക്കുന്നു, ലൈറ്റ് എടുത്ത് പൊട്ടിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് അതൊക്കെയാണ് നമ്മളുടെ ആർട്ടിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള സപ്പോർട്ട്. പിന്നെ സിനിമ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ആ ഫൈറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. എന്താണെങ്കിൽ അതിൻ്റെ അത് ഏറ്റവും രസകരമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആ ഷോട്ട് പോകുന്നു, തീരെ ഒരു ലാഗ് ചെയ്യാണ്ട് ഇങ്ങനെ ഫൈറ്റ്. ഉണ്ണി അത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു, മൊത്തം ടീം തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫൈറ്റ് എല്ലാ സ്ഥലത്തും ഡിസ്കഷനാണ്. ഇപ്പം ഞാൻ റിവ്യൂസൊക്കെ ഇപ്പം നോർത്തിൽ പോലും റിവ്യൂസൊക്കെ കണ്ടിട്ട് ഈ ഫൈറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതൊരു നല്ല ഫൈറ്റായിട്ടുണ്ട്. കലൈ മാസ്റ്ററുടെ എത്ര ടേക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈറ്റ്? ആ ഫൈറ്റ് ആക്ച്വലി അങ്ങനെ ഭയങ്കര കൂടുതൽ ടേക്കുകളിലേക്ക് പോയിട്ടില്ല ശരിക്കും. എന്താണെങ്കിൽ അത് അങ്ങനത്തെ ഒരു പ്ലാനിലാണ്. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിൽ ഞാൻ മോണിറ്ററിൽ മാത്രം വാച്ച് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. എന്താണെങ്കിൽ എനിക്ക് അതിൻ്റെ അവിടെ കയറി നിൽക്കാനുള്ള സ്പേസേ ഇല്ല ഞങ്ങൾക്ക് ആർക്കും. അപ്പോൾ താഴെ മോണിറ്ററിലാണ് നമ്മൾ അത്രയാണല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ ടേക്കുകളിലേക്ക് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സ്ട്രഗിൾ വേറൊരു രീതിയിലുള്ളൊരു ഫൈറ്റായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു സമയം തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ഫാസ്റ്റായിട്ട്. അതെ 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 അതെല്ലാവരും ഈ ഉണ്ണി മുകുന്ദൻ പിന്നെ ഒപ്പം നിന്നിട്ടുള്ള മറ്റുള്ള ഈ ഫൈറ്റ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരേപോലെ ആ ബ്രീഫ് ഇപ്പോൾ എന്താണ് കലൈ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് ശരിക്കും. അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഒറ്റ ഫ്ലോയിൽ തന്നെ പോയി വളരെ ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റാണ് അത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ്. അതെ 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 വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്രെയിമുകൾ മാറ്റേണ്ട കാര്യമില്ല. ഇല്ല, അതായത് ഒരു സ്റ്റഡി ക്യാമ്പ് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് കാരണം അതങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ അവസാനിപ്പിച്ച് പോന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് ശരിക്കും പറഞ്ഞത്.